ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കഴിയുമ്പോ തന്നെ നീളുള്ള ബെഡ്റൂമാ പ്രൊജക്ട് ചെയ്ത് പുറത്തേക്കും ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഇത് വന്നിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ്. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളിലും ഇത് മസ്റ്റ്. പാറ്റകൾ ഇല്ലാട്ടോ ഇവിടെ. നമ്മളായിട്ട് പാറ്റകളെ വളർത്തി കൊണ്ടുവരാണ്ടിരുന്നാ മതി. നിങ്ങൾ ബാക്കിൽ ഇരിക്കണം എന്ന് പറഞ്ഞതാ. അതെന്താ? അവള് മാത്രമേ അവളെ ഫ്രണ്ട് ഇരുത്താവൂ. അങ്ങനെയുണ്ടോ? ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ അടുത്ത് നിനക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താ? അനുഭവിക്കൂ. ഇന്ന് നമ്മൾ കാർ എടുക്കാൻ പോവാ മേരി മാർഗരറ്റ്. ഇനി അജയ് സ്റ്റീഫൻ വണ്ടി ഓടിക്കും, ഞാൻ സൈഡിലിരിക്കും. സമാധാനം, സന്തോഷം. ദുബായ് സമാധാനം ആൻഡ് സന്തോഷം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗിലേക്ക് അതിഗംഭീരമായ ഗൈസ്. അപ്പോൾ നമ്മളുടെ ദുബായിലെ ആദ്യത്തെ ദിവസമാണ്. ഇന്നത്തെ കർമ്മ പദ്ധതികളും പരിപാടികളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ എഴുന്നേറ്റ് അയച്ചാൽ കുറച്ചു നേരം വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എഡിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണു. യെസ്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ നമ്മൾ ജിതിനെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം നമ്മൾ ഇനി മുതൽ താമസിക്കുന്ന അടുത്തൊരു 7 ദിവസത്തേക്ക് നമ്മളൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്. ദുബായിലെ നമ്മളുടെ ഓർമ്മകൾ, പഴയ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി കുക്കൊക്കെ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്. അപ്പൊ അതിന്റെ ടൂറും സംഭവങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ലുലുവിൽ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ദുബായ് ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് തിങ് ആയിരിക്കും ഇന്ന് വരാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം ഏകദേശം 8:17 ആയിരിക്കുകയാണ്. ഇനി നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അല്ല ഗൈസ്? എക്സൈറ്റ്മെന്റാ ഗൈസ്, സോറി. തേപ്പട്ടിയുടെ സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ തേക്കോ നീ? ഡോർ പൊളിച്ചെടുക്കല്ലേ കേട്ടോ. ഇപ്പൊ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തുടങ്ങിണ്ടാവും. കീഴ്ത്തിട്ടില്ലേ? എനിക്കൊരു പ്രകടനം വയ്യേ. ഇതാട്ടോ നമ്മുടെ റൂം നമ്പർ 501. നാട്ടിൽ നിന്ന് വരുമ്പോ നമ്മള് 501 എന്നൊക്കെ പറയും. 0 ഇവിടെ 501. സെറ്റ് അല്ലേ? ആക്ച്വലി നമുക്ക് കുക്കിംഗ് വേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതിയായിരുന്നു. ചീപ്പുമാണ്, സൂപ്പറുമാണ്. ചീപ്പാണ്. ഇത്രയും ചീപ്പ് നാട്ടിൽ പോലും കിട്ടാൻ വഴിയില്ല. ഇത്രയും ഫെസിലിറ്റിയിൽ കിട്ടോ, നല്ല വൃത്തിയും. 4 സ്റ്റാർ ആണോ 5 സ്റ്റാർ ആണോ? അയ്യോ ഇത് വേണം. അത് വേണ്ട, അത് റൂമിലേക്ക് പോകുമ്പോൾ മാത്രം മതി. ഇല്ലെങ്കിൽ വെറുതെ അമർത്തിയാൽ മതി. റിഫ്രഷ്മെന്റ് ഇവിടെയുള്ള റെസ്റ്റോറന്റും കഫേയും ഇതിലായിരിക്കില്ല. അപ്പൊ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. കാരണം പല വെറൈറ്റി അല്ലേ. പക്ഷെ ഇന്ത്യൻ കുറവാ, ചപ്പാത്തിയും ദാലും മാത്രമേ ഉള്ളൂ. അതായത് ദോശ ഇഡ്ഡലി ഒന്നും ഇല്ലാന്ന്. ദോശ ഇഡ്ഡലി പുട്ട് അങ്ങനത്തെ അല്ല. പക്ഷെ എന്നാലും കുറെ ഓപ്ഷൻ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒക്കെ മറ്റേ സംഭവങ്ങളാ, പ്രോസസ്ഡ് മീറ്റ്, ബ്രെഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇതാകെ ചപ്പാത്തിയും ചണയുണ്ട്, പിന്നെ ബ്രെഡും ജാമും എടുത്തു, 2 മുട്ട പുഴുങ്ങിയിട്ട് എടുത്തു, ഒരു കുബൂഫ് എടുത്തു, ഒലീവ്സ് എടുത്തു. പിന്നെ കുറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അതാണ് ഇന്ത്യൻ ഓപ്ഷൻസ് കുറവാണ് ആക്ച്വലി. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. എനിക്ക് കോഫിയും കൂടി എടുക്കണം. ഞാൻ മറ്റേ പൊട്ടറ്റോ വെഡ്ജസും പിന്നെ മറ്റേ ചോക്ലേറ്റ് ക്രോസനും വാട്ടർമെലനും എടുക്കും. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളുള്ളതായിരുന്നു. അതായത് ദോശ ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. വയറ് നിറയെ എന്തായാലും. അപ്പോൾ നമ്മൾ റൂമിലെത്തി. ഇനി കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ജിതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവൻ വന്നിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ വരുന്നതായിരിക്കും ഗൈസ്. എന്താ തള്ളക്ക് എന്താ പറയാനുള്ള? ഞാൻ കുളിക്കണം, ഡ്രസ്സ് അയൺ ചെയ്യണം, റെഡി ആയിട്ടിരിക്കണം, ബാക്കി പാക്ക് ചെയ്ത് വെക്കണം. അത്ര തന്നെ. സെറ്റ് അല്ലേ? സെറ്റ്. നല്ല തേപ്പട്ടി കണ്ടപ്പോൾ തേക്കാനൊരു കൊതി. അപ്പൊ ഞാൻ തേക്കാൻ വേണ്ടി ഡ്രസ്സ് എടുത്തതാണ് ഗൈസ്. നമ്മളുടെ തേക്കൽ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാട്ടോ. ഇന്നലെ രാത്രി നിങ്ങൾ എന്തുമാത്രം വൃത്തിയായിട്ട് കണ്ടു എന്ന് അറിയില്ല. ഇതാണ്ട് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഒരു ചെറിയൊരു റെസ്റ്റോറന്റ് ആണ്. ഈ റെസ്റ്റോറന്റ് ഏരിയ ഉണ്ട്. തൊട്ടിപ്പുറത്ത് ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ, ഫ്ലാറ്റ് ആണ്. അവരുടെ ബാൽക്കണിയിൽ കുറെ കസാരകളൊക്കെ ഇട്ടിരിപ്പുണ്ട്. അവിടെയാണ് റോഡ് വരുന്നത്. ഒക്കെ ഭയങ്കര ക്ലോസ് ബൈ ആട്ടോ. ഇത് നമ്മൾ ഇവിടെ നിന്നുള്ള വ്യൂ ആട്ടോ. കുറെ ബിൽഡിങ്ങുകളും സംഭവങ്ങളും ഉണ്ട്. ദുബായ് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ? ദുബായ് ഓൾവേസ് പ്രത്യേക ഭംഗിയല്ലേ. ദ സേഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ദുബായ് അല്ല യു എ. ഓ, അതൊക്കെ അറിയോ നിനക്ക്? അറിയാം. യു എയുടെ ക്യാപിറ്റല് അബുദാബി. എടാ മോനെ, ഞാൻ 6 വർഷം ഇവിടെ അയ്യോ സോറി, ഞാനിത് ചവിട്ടിപ്പോയി.
എന്നിട്ട് ചവിട്ട് നിക്കണ വൃത്തിട്ടൻ. ഗൈസ് പീസ്ഫുൾ ഗൈസ്, സമാധാനം, സന്തോഷം. ദുബായ് ഈസ് സമാധാനം ആൻഡ് സന്തോഷം ഫോർ മീ ഓൾവേസ്. എന്റെ അടുത്ത് ചോദിക്ക, ഒരു അമേരിക്കക്ക് പോണോ അതോ ദുബായിക്ക് പോണോ സെറ്റിൽ അമേരിക്ക കോപ്പ്. ഞാൻ പറയാം അപ്പൊ തന്നെ കണ്ണടച്ച് ദുബായ്. യുഎഇയുടെ എവിടെ ഏതറ്റ റാസൽ കൈമേലും വേണ്ടില്ലെന്ന്. ഗൈസ്, ഞാനിവിടെ എഡിറ്റിംഗ് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മേരി മാർഗരറ്റ് അവിടെ തേപ്പ് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 2 3 ഗൈസ്, അങ്ങനെ നമ്മള് വെക്കേറ്റ് ചെയ്യേണ്ട സമയമായി. 11:45 12 മണിക്കാണ് വെക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മൾക്ക് ഒരു 40 മിനിറ്റിന് ശേഷം മിസ്റ്റർ ജിതിൻ ഭായ് എത്തും എന്നാണ് പറഞ്ഞത്. ഇതുവരെ എത്തിയിട്ടില്ല. അവൻ 3/4 മണിക്കൂർ പറഞ്ഞ സ്ഥിതിക്ക് ഒരു 2 മണിയാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് നമ്മൾ കാർ എടുക്കാൻ പോവാ മേരി മാർഗരറ്റ്. യാ, ഇനി അജയ് സ്റ്റീഫൻ വണ്ടി ഓടിക്കും, ഞാൻ സൈഡിലിരിക്കും. പാട്ട് ഇവിടുത്തെ FM കേൾക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. നാട്ടിലെ FM-നേക്കാളും കൂടുതലും ഭയങ്കര, കാരണം ഇവിടുത്തെ FM-ല് എല്ലാവരും കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടും പിന്നെ എന്തോ നമ്മൾ കുറെ നേരം ബ്ലോക്കിൽ കിടക്കണോണ്ടൊക്കെ ആയിരുന്നിരിക്കാം. കുറച്ചും കൂടി കണക്റ്റഡ് ആണ് അവരായിട്ടൊക്കെ. വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റീസ് ലെവലില് കുറെ പേർക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ആരാധന തോന്നുന്ന ടൈപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ നൈല ഉഷ, നിമ്മി, കുറെ പേരൊക്കെ ഉണ്ട് അങ്ങനെ. അസ്ലു, മിഥുന, കുറെ പേരുണ്ട്. പറയാൻ പറഞ്ഞ കുറെ പേരുണ്ട്. അപ്പൊ FM കേട്ട് മീരനന്ദൻ, സ്നേഹ, കുറെ പേരുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരുന്ന് എന്താ പറയാ, അതൊക്കെ ആസ്വദിക്കാൻ ഞാൻ റെഡി ആയിട്ട് ഷേഖ് സായിദ് റോഡിൽ കൂടി ഇങ്ങനെ ഒരു പോക്ക് പോണ ചേട്ടാ രാത്രി. ഐ എം എക്സൈറ്റഡ്. ഇതിനൊന്നും ഇനി കട്ടിന്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ വേറെ. അപ്പൊ നമ്മുടെ റൂമിനോട് നമുക്ക് ഇവിടെ പറയുന്നു. എല്ലായിടത്തില്ലേ ചെക്ക് ഔട്ട്. ഇത് ജിതിന് കൊടുക്കാനുള്ള പൊതിയാട്ടോ. അലുവ, കറുകല, കായർത്ത. അല്ലല്ല, അത്ര കായർത്തില്ല, കായർത്താനില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ജിതിൻ ഭായിയെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ജിതിൻ ഭായിയുടെ സ്വന്തം മെർസിഡീസ് ബെൻസിലാണ് ഇപ്പൊ നമ്മൾ സഞ്ചരിക്കുന്നത്. എന്തുണ്ട് വിശേഷങ്ങൾ മിസ്റ്റർ ജിതിൻ ഭായ്? സുഖം, സന്തോഷം. ഗ്ലാമർ ആയല്ലോ. സ്റ്റെഫി എവിടെ? വീട്ടില് ജോലിക്ക്. അങ്ങനെ ഓക്കെ. എന്താണ് ഒരു കള്ളത്തരം പോലെ? ജോലിക്ക് വിട്ടിട്ട് വന്ന. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ജിതിൻ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ എത്തി എല്ലാം സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഹോട്ടലല്ല, ആക്ച്വലി നമ്മളൊരു അപ്പാർട്ട്മെന്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഷോളൊക്കെ ഉണ്ട് കേട്ടോ എന്റെ കയ്യില്. ജോലി ചെയ്യണ സമയം പോലും നോക്കണേ. നിങ്ങൾ ബാക്കിൽ ഇരിക്കണം എന്ന് പറഞ്ഞതാ. അതെന്താ? അവള് മാത്രമേ അവളെ ഫ്രണ്ട് ഇരുത്താവൂ. ഒയ്യോ, അങ്ങനെയുണ്ടോ? അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ കേസ് നമ്മൾ ഇന്ന് റൂമിൽ പോവാ, ഫ്രഷ് ആവാ എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. ബാക്കി വിശേഷങ്ങളൊക്കെ റൂമിൽ എത്തിയിട്ട് പറയാം ഗൈസ്. എല്ലാം സെറ്റ് അല്ലേ മോനെ? ഇത് സെറ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. റൂം ഓക്കെയാണ്, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? പൊളിക്കാണ്. എടാ ആശിച്ചില്ലൂടെ ആശിച്ചി അടുത്തങ്ങനെ വരുമോ? അറിയത്തില്ല. ഇക്കു എല്ലാം നാട്ടിൽ പോയി. പിള്ളേരോ ഗ്ലാമർ ആയിട്ടാണ് നിന്നെ കാണാനായിട്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ പിന്നെ കണ്ണൊക്കെ തുപ്പിക്കളട്ടോ. ഇവിടുന്ന് എന്തോരുണ്ട് നമ്മുടെ റൂമിന്റെ അവിടേക്ക്? ഞാൻ 10 മിനിറ്റ് എത്തിച്ചതാ. എങ്ങനെയുണ്ട്? കല്യാണം കഴിഞ്ഞ 1 വർഷം തികയാൻ പോകുന്ന ഈ വേളയിൽ എത്ര മാസം? 6 മാസം. 6 മാസം. എങ്ങനെയുണ്ട് 6 മാസത്തെ ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ലതാണ്. പണ്ട് കഞ്ഞിവെള്ളം കുടിച്ചോണ്ടിരുന്ന മതിയായിരുന്നു, ഇപ്പൊ അതിനകത്ത് അരിമണി വേണം. പണ്ട് അച്ചാർ മതിയായിരുന്നു, ഇപ്പൊ പീസ് വേണം. അല്ല, ഇപ്പൊ നല്ല സന്തോഷമാണ്, അടിപൊളി സമൃദ്ധിയാണ്. പക്വത സീരിയസ് ആയ പോലെ കുറച്ച് പക്വത. പണ്ട് കിട്ടുന്ന വേഷം ഇട്ടോട്ട് വരും. ഇപ്പൊ ഭയങ്കര ലുക്കൊക്കെ ആയില്ലേ കാണാൻ? അതാ ബൈ, കല്യാണമൊക്കെ കഴിച്ചാൽ മാറുമെന്ന് പറയുന്നത്. ഒരു പെണ്ണ് വേണം എന്ന് പറഞ്ഞ് ഇത്രയും മാറുമെന്ന് ഞാൻ അറിഞ്ഞു. ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ അടുത്ത് നിനക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താ? അനുഭവിക്കൂ. അല്ല, നല്ല എല്ലാരും നല്ലതായിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ,
അപ്പൊ കല്യാണം കഴിക്കണം എന്നാണോ പറയണേ, കഴിക്കണ്ടെന്നാണോ പറയണേ? അല്ല, കഴിക്കണം. ഇതൊരു ലൈഫിന്റെ ഒരു പാർട്ടല്ലേ. അതെ. അനുഭവിക്കണം. ദുബായ് എങ്ങനെയുണ്ട് ഇപ്പൊ? ചൂടാണോ മൊത്തത്തിൽ? ദുബായ് is hot, very hot, very hot. ഇപ്പൊ സീസൺ ടൈം എല്ലാം തോന്നുന്നു അല്ലേ? ഓഫ് സീസൺ ആണ്. ദുബായ് റോഡുകളിലൂടെ പോകുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഈ വഴി ഞാൻ പോയിട്ട് എപ്പോഴാ ഞാൻ അതേ ഇതാ തന്നെയല്ലേ ഗൈസ്. അങ്ങനെ നമ്മളെ ജിതിൻ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അടുത്ത 7 days സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ അവിടെ എത്തി. ആക്ച്വലി ഇത് വന്നിട്ട് ഒരു അപ്പാർട്ട്മെന്റ് ആണ്. നമ്മളൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എടുത്തിരിക്കുന്നത് നമ്മുടെ ദുബായ് ഓർമ്മകൾ പുനർനിർമ്മിക്കുക എന്നുള്ള സന്തോഷത്തിൽ. മെയിൻലി കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് തന്നെ ചെയ്യാനുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ക്ലീനിങ് ചിലപ്പോൾ ചെയ്യായിരിക്കും കേട്ടോ. ഐ മീൻ കുക്കിംഗ്, മെയിൻലി കുക്കിംഗ്. അവര് വിളിക്കേണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എടുത്തതെന്ന്. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ക്യാമറ ഒക്കെ കണ്ടത് കൊണ്ടാണോ എന്ന് അറിയില്ല, അവർ നമുക്ക് ഫ്രീ ആയിട്ട് 1 bedroom അപ്പാർട്ട്മെന്റിലേക്ക് അപ്ഗ്രേഡ് തന്നിരിക്കുകയാണ്. അപ്ഗ്രേഡ് നമുക്ക് വേണമെങ്കിൽ ഒരു മാസം ഇവിടെ തന്നെ നിൽക്കാണ്ടോ. അപ്പൊ എന്തായാലും നമ്മൾ 1 bedroom അപ്പാർട്ട്മെന്റ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ സർപ്രൈസ്. അപ്പോൾ നമ്മളുടെ റൂം കാണാൻ പോവാ. കണ്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അവിടേക്ക് പോവാണ് ഗൈസ്. ആഫ്റ്റർ യു. आपका नाम? सूरज. कहाँ से है? यूपी. ओके. हम केरला. So it's in 5th floor. Yeah, 5th floor. എങ്ങനെയുണ്ട് മേരി മാർഗരറ്റ്? നൈസ്. ദുബായ് എപ്പോഴും ഓൾവേസ് സർപ്രൈസിങ്. ഇതൊക്കെ അപ്പാർട്ട്മെന്റുകളാട്ടോ. അപ്പൊ നമുക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റിലേക്ക് പോണത്. 1 bedroom ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാനും എക്സ്പെക്ട് ചെയ്തില്ല. ഗുണം എക്സ്ട്രാ പൈസ കൊടുക്കണ്ട. മനസ്സിലായി. ഫ്രീ അപ്ഗ്രേഡ്. മനസ്സിലായി. സൂപ്പർ. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഗൈസ്, നമ്മളൊരു സ്റ്റുഡിയോ ആണ് പ്രതീക്ഷിച്ചത്. നമുക്കൊരു 1 BHK കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം സെറ്റാണ്. നമ്മൾ റൂം അപ്ഗ്രേഡ് ചെയ്ത് ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ്. അതെന്തായാലും പൊളിച്ചു. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. നല്ല വലിയ ഭയങ്കര സ്പേഷ്യസും ആട്ടോ. ഭയങ്കര यहाँ पूरा अपार्टमेंट ऐसा है, गेस्ट आता है या पूरा गेस्ट है? ओके. मैंने सोचा ലോങ് ഗസ്റ്റ്. ഓക്കെ. മലയാളത്തിലത്തെ സുപ്രസിദ്ധമായ ഒരു ഗാനമാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു. അതെ, അതാണ് ദുബായ്. അതാണ് ദുബായ് ആക്ച്വലി. മുഴുവൻ പാടണ്ട. ഓക്കെ. അപ്പൊ നമ്മൾ ആക്ച്വലി ഒരു സ്റ്റുഡിയോ ബുക്ക് ചെയ്തു. ബട്ട് ആക്ച്വലി നമുക്കൊരു 1 BHK, അതും ഒരു കിഡിലൻ 1 BHK ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർ തന്നതായിരിക്കും കേട്ടോ, കോംപ്ലിമെന്ററി. കാരണം ഇതിപ്പോ ഓഫ് സീസണാണ്, ഭയങ്കര ചൂടാലും ഇവിടെ. അപ്പൊ അധികം ഗസ്റ്റും ഉണ്ടാവില്ല. അത് കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീരമായൊരു അപ്പാർട്ട്മെന്റാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ചെറിയൊരു സ്റ്റുഡിയോ ആണ് ബുക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു 7 ദിവസത്തിന് അതിന്റെ ചാർജ് വന്നിട്ട് 950 ദിറംസിന്റെ അടുത്തായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഏകദേശം എത്രയാണ് ഇന്ത്യൻ റുപ്പീസ് എന്നുള്ളത്. അതിന് 7 ദിവസത്തേക്ക് ഞാൻ ബുക്ക് ചെയ്തു. പക്ഷെ എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത് ഒരു 1 BHK ആണ്. അതെ, ആ സെയിം റേറ്റ്, എക്സ്ട്രാ ഒന്നും കൊടുക്കണ്ട. അത് കാരണം ഭയങ്കര ഹാപ്പി, ഭയങ്കര അടിപൊളി അല്ലേ? അപ്പോൾ നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ ഈ വീഡിയോയിൽ നമ്മുടെ സ്റ്റുഡിയോ ടൂറിന് പകരം നമ്മളുടെ 1 BHK ടൂറാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓൾ ദ വേ ടു ഇവ മേരി മാർഗരറ്റ്. ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കഴിയുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിലല്ല റൈറ്റ് സൈഡിൽ ഒരു ബാത്റൂം ഉണ്ട്. കോമൺ ബാത്റൂം. ഇവിടെ വന്നിട്ട് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു കോമൺ ബാത്റൂം ആണ്. കുളിക്കാൻ പറ്റൂല. കമോൺ. അത് കഴിഞ്ഞ അതിവിശാലമായൊരു ഹോള്, സോഫ സെറ്റ്, TV, പിന്നെ 1 2 3 4 5 6 സീറ്റിന്റെ ഒരു ഡൈനിങ് ടേബിള്. ഇതെന്ന് വെച്ചാൽ ഒരു നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇവിടെ സോഫയും സംഭവങ്ങളും എല്ലാം ഉണ്ട്. ടിവിയുടെ റിമോട്ട് ഉണ്ട്, വെള്ളം കുപ്പി ഉണ്ട്. ഇവിടെ വന്നിട്ട് വലിയൊരു TV ആട്ടോ. ഇത് എത്ര ഇഞ്ച് ഉണ്ട് അവിടെ? 43 അല്ല, ഇതിന്റെ ഒന്ന് 55 ഇഞ്ചിന്റെ ഒരു TV ആണ്. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, സമയം കറക്റ്റ് ആണ് അതിൽ കാണിക്കുന്നത്. വ്യൂ ഒരു നോർമൽ വ്യൂ എന്ന് പറയാ. ഐ മീൻ ഇങ്ങനെ കൺസ്ട്രക്ഷൻ പണികളൊക്കെ നടക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ ശരിക്കും നമ്മൾ ദുബായിൽ വന്ന റെസിഡൻസ് ആയിട്ട് താമസിക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. അതെ. അപ്പൊ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അവിടെ എന്തോ ബിൽഡിംഗ് ഇനിയിപ്പോ അവിടെ വരെയായിരിക്കും. അതൊരു ഓപ്പൺ സ്പേസ് ആണ്. മിക്കവാറും ബിൽഡിംഗ് വരെയായിരിക്കും അവിടെ. ഇവിടെയൊക്കെ വേറെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണുള്ളത്. ഇത് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോണതെന്ന് പറയുന്നത് നേരെ പോകുമ്പോൾ ഇവിടെ ബെഡ്റൂമിലേക്ക് പോകാൻ കേസ്. ബെഡ്റൂം. അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ബെഡ്റൂമിൽ ഇവിടെ വലിയൊരു കബോർഡുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഇൻബിൽഡ് കബോർഡ് ഒരുപാട് ഉണ്ടാവും. പിന്നെ ഇവിടെ വാഷ്റൂം, അതായത് നമുക്ക് ഇങ്ങനെ കുളിക്കാനൊക്കെ പറ്റുന്ന, അതായത് കോമൺ ബാത്റൂം, റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. അതെ, ഇതൊക്കെ ഉണ്ടല്ലോ.
ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് ഇവിടെ. അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. സോപ്പ്, ചീപ്പ്, കണ്ണാടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൈ കഴുകാൻ ബാക്കി പരിപാടികൾ. ഇത് എനിക്ക് തോന്നുന്നു കാല് കഴുകാനും കാല് കഴുകാനൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ ഇത് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഇതുണ്ട്. ടവൽസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ടല്ലേ? ഓക്കെ. നമ്മൾ പക്ഷെ കൊണ്ടുവന്നത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കടന്നു കഴിയുമ്പോ അവിടെ കുറെ വലിയ വാർഡ്രോബ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ. ആക്ച്വലി ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. ഇവിടെ മിററും ഉണ്ട്. ആക്ച്വലി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ UAE-ലുള്ള ഒട്ടുമിക്ക ബിൽഡിങ്ങുകളും ഈ ഒരു മോഡൽ തന്നെയായിരിക്കും. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് ആൻഡ് ക്ലിപ്സ് ആണ് ഇതിൽ വരുന്നത് അല്ലേ? അപ്പൊ ബെഡ്റൂം ഭയങ്കര വലുതാട്ടോ, നീളമുള്ള ബെഡ്റൂമാ. പ്രൊജക്ട് ചെയ്ത് പുറത്തേക്കും ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഉണങ്ങിയതൊക്കെ വിരിക്കാൻ അതിനുള്ള സ്റ്റാൻഡ് ഉണ്ടാവുമായിരിക്കും. അതില് ഉണങ്ങിയതൊക്കെ വിരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഇവിടെ. കാരണം പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ബാൽക്കണി അല്ല, ഇൻബിൽഡ് പോലെ എന്താ പറയാ, പുറത്തേക്കുള്ള ബാൽക്കണി വേറെ ഉണ്ട്. ഇവിടെ ഒരു ബെഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് 2 സൈഡ് ടേബിൾ ഉണ്ട്. നല്ല വലിയ ബെഡാട്ടോ, കിങ് സൈസ് ബെഡാണ്. വലിയ ബാൽക്കണി ഇപ്പുറത്തുണ്ട് കേട്ടോ. തുണി വിരിച്ച് ആറിടാൻ വേണ്ടിട്ട് പറ്റിയ. അപ്പൊ നമുക്ക് ഇത് പുറത്തേക്ക് ഞാനിപ്പോ ഇറങ്ങണില്ല, ഭയങ്കര ചൂടാണ്. ഇവിടെ നമുക്ക് തുണിയൊക്കെ വിരിച്ചിടാൻ പറ്റും. അപ്പൊ ഇതുകൊണ്ട് എല്ലാം സെറ്റ് ആണ് അല്ലേ? പിന്നെ നമ്മുടെ മെയിൻ സംഭവം കിച്ചൺ. പിന്നെ നല്ല വലിയ ഫ്രിഡ്ജ്. ഞാൻ എല്ലാം പരിശോധിച്ചിട്ടേ. പിന്നെ വരുമ്പോ തന്നെ വലിയ ഫ്രിഡ്ജ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് വലിയൊരു ഫ്രിഡ്ജ് യൂസ്ഫുൾ ആട്ടോ. പിന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പാറ്റകൾ ഇല്ല കേട്ടോ ഇവിടെ. നമ്മളായിട്ട് പാറ്റകളെ വളർത്തി കൊണ്ടുവരാണ്ടിരുന്നാ മതി. പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഇത് ഇലക്ട്രിക് കുക്കാ, ഇലക്ട്രിക് സ്റ്റൗ ആണിത്. താഴെ നമുക്ക് ഗ്രില്ലും പരിപാടികളൊക്കെ ചെയ്യാം. ഇവിടെ വന്നിട്ടൊരു കെറ്റിലുണ്ട്, ചായയും സംഭവങ്ങളും റെഡിയാക്കാനായിട്ട്. ഓവൻ എന്നല്ലേ ഡീനെ പറയാ? അവൻ എന്നാണോ പറയാ? എന്തായാലും ഓവനോ അതുണ്ട്. ഇപ്പുറത്ത് നമുക്ക് തുണി അലക്കാനൊക്കെ ആയിട്ട് വാഷിംഗ് മെഷീൻ പരിപാടികളുണ്ട്. ഇവിടെ നമ്മളുടെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ബാക്കിയെല്ലാം സെറ്റാണ്. നല്ല വൃത്തിയുണ്ട്. എന്തായാലും ഇതിന്റെ അകത്ത് ആവശ്യത്തിനുള്ള 2 പേർക്ക് വേണ്ടി, അതായത് ഒരു ഫ്രൈയിങ് പാനും ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കാനായിട്ടുള്ള എന്തായാലും പറയാടി ആ സാധനം ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമോ? ഓക്കെ, അതുകൊണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഗ്ലാസുകളും കപ്പും എല്ലാ സാധനവും ഉണ്ട്. ഇപ്പുറത്തേലൊന്നും ഉണ്ടാവാൻ വഴിയില്ല. മസാലപ്പൊടികളൊക്കെ ഉണ്ടോ നോക്കാം. മസാലപ്പൊടി എല്ലാം കൂടി തരും. ഇത് വന്നിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ്. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളിലും ഇത് മസ്റ്റാ. ഫയർ എക്സ്റ്റിംഗ്വിഷർ സംഭവങ്ങള്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഇതെന്തോ ഫയർ ബ്ലാങ്കറ്റ്, അങ്ങനത്തെ സംഭവങ്ങൾ ഇതെല്ലാം മസ്റ്റ് ആണ് ഇവിടെയുള്ള ബിൽഡിങ്ങുകളിൽ. നല്ല അത്യാവശ്യം ഭയങ്കര ഗംഭീരമായ സെറ്റപ്പാണ്. നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. അപ്പോ ഇതൊക്കെയാണ് സംഭവം. അതെ, നമ്മുടെ പെട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇനി ഒതുക്കി വെക്കണം. അപ്പൊ ഒരു മിനിറ്റ് ഗൈസ്, അപ്പൊ നമ്മുടെ സ്റ്റുഡിയോ ടൂർ ആയിരുന്നു ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് UAE ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊദ്മേത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം നമ്മൾ അത്രയധികം നമ്മളെ ഹെൽപ്പ് ചെയ്തവരാണ്. എന്തായാലും മറക്കാൻ പാടില്ലല്ലോ. ക്യാമറ കണ്ടിട്ടാണെങ്കിൽ ഒരു അപ്ഗ്രേഡ് കിട്ടിയല്ലോ. അതെ, ഉണ്ട ചോറിന് ഇത്തിരി നന്ദി കാണിക്കണ്ടേ? ചോറ് തരുമോ? ചോറ് തരൂല, നമ്മൾ പറയാം. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ TV ഒക്കെ വെച്ച് കുറച്ചു നേരം റിലാക്സ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കില്ല അവർക്ക് എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ ബൈ. ഉണ്ട് കേട്ടോ. ഒപ്പം വൈഫും.